നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. നിങ്ങൾ രാത്രികളിൽ മായമ്മയെ കാണാറുണ്ടായിരുന്നോ എന്ന്? ഒരു പ്രാവശ്യം കണ്ടിരുന്നു. എന്തിന്? ഒരു രാത്രി. ഇവിടെ ചിലർക്കൊക്കെ കാണുമ്പോൾ സന്തോഷമാ. സന്തോഷിക്കേ. നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? അനാവശ്യം പറഞ്ഞാലോട്ടല്ലോ. കൂട്ടത്തിൽ നിന്നിട്ട് കാല ചവിട്ടുന്ന നിങ്ങളുടെ സ്വഭാവം. കൂട്ടത്തിൽ നിന്നോ? ആര്? ഞാൻ നിന്റെ കൂടെയോ? ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നൊന്നുമില്ല. എന്തായാലും കാർത്തി കാണിച്ച് വളരെ മോശമായി പോയി. അവനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് അവൻ ഒരിക്കൽ കൂടെ തെളിയിച്ചു. എന്റെ അച്ഛനോട് തെറ്റും ചെയ്തിട്ടില്ല. അച്ഛനെ പിന്നെ ആരൊക്കെയോ ചേർന്ന് കരുതി കൂട്ടി ചതിക്കുക. കാർത്തി വല്യേട്ടനെ സംശയിക്കാൻ ഇവിടെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് കാര്യം? എന്നെ കടിച്ചു കീറാനൊന്നും വരണ്ട. ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ കാർത്തിയും കണ്ടിട്ടുണ്ട്. നീ എന്ത് കണ്ടു? അത് പിന്നെ നിന്നോടാ ചോദിച്ചത്. നീ എന്ത് കണ്ടു? ഞാനത് പറയാം. ജനാർദ്ദന കൈമളും രാജലക്ഷ്മിയും മകനും കൊച്ചുമകളും ഒക്കെ സഹജീവികളോട് സഹതാപം കാണിക്കുന്നവരാ. മറ്റുള്ളവരോട് മനസ്സിലുള്ളവരാ. ഒരു പാവപ്പെട്ട സ്ത്രീയോട് അനുകമ്പ കാണിച്ചതിന് അവിഹിതം കണ്ടെത്തുന്നോടി നീയൊക്കെ എന്ത് കീടജന്മോ? മറ്റുള്ളവരുടെ കണ്ണിലെ മൊട്ടുസൂചി തിരഞ്ഞെടുക്കുന്ന നീയൊക്കെ അവനവന്റെ കണ്ണിലെ കോടാലി കാണുന്നില്ല. അവർക്ക് സംശയം തോന്നി അത്രേ. ഞാൻ കണ്ടത് പറഞ്ഞെന്ന് മാത്രം. മിണ്ടരുത്. ആസ്ഥാനത്ത് കയറുന്നതിന്റെ അശുദ്ധി നിറഞ്ഞ വായ തുറക്കരുത്. ഈ ഇരിക്കുന്നവർ ജയറാമിന്റെ ആരാന്നറിയാമോ? ഞാൻ അവന്റെ അച്ഛനാ. ഈ ഇരിക്കുന്നവൾ അവനെ നൊന്തു പ്രസവിച്ച അവന്റെ അമ്മയാ. ഈ ഹൃദയം തകർന്നു നിൽക്കുന്നവർ ഇപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ട ജയറാമന്റെ ഭാര്യയും മകളുമാ. അവരുടെ നെഞ്ചിലെ നെരിപ്പുകളിലേക്ക് പിന്നെയും തീക്കനയിൽ വാരി വിതറരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. അറിയാതെ രാജലക്ഷ്മി, നമ്മുടെ മകൻ തെറ്റ് ചെയ്യില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള കാലത്തോളം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാലം സാക്ഷിയല്ലേ എല്ലാത്തിനും. അവനൊന്നും വരില്ല. അവനൊരു പോറൽ പോലും വേക്കാ തിരിച്ചു വരും. എന്നാലും എന്റെ കുഞ്ഞിന് ജീവിതത്തില് ഒരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ലല്ലോ കൈമളേട്ട. എന്റെ ഭഗവാനെ, 3 നേരം നിന്നെ ഭജിക്കുന്നവളല്ലേ ഞാൻ. എന്റെ പൊന്നു കുഞ്ഞിനെ നീ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നെ? മര്യാദയ്ക്ക് ചോദിച്ചാലൊന്നും നിങ്ങൾ സത്യം പറയില്ലെന്ന് എനിക്ക് വ്യക്തമാണ്. പോലീസ് ശൈലിയിൽ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ഞങ്ങളെ നിർബന്ധിതരാക്കുന്നു. ക്രിമിനലുകളോട് സാമാന്യ മര്യാദ കാണിക്കാൻ പാടില്ല സർ. നിങ്ങളോട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ചെമ്പകമംഗലത്തെ കാർത്തിക്കല്ല ഇപ്പോ ഒന്ന്. ആ തെറ്റിദ്ധാരണ ഉടൻ തന്നെ നിങ്ങൾ മാറ്റണം. ഇദ്ദേഹം ഒരു പ്രൊഫഷണൽ കില്ലറാണ് സർ. നമ്മുടെ അറിവിൽപ്പെട്ട 2ാമത്തെ കൊലപാതകമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. ആരെയൊക്കെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ആ ജോലിക്കാരി മായമ്മ
ചെമ്പകമംഗലത്ത് താമസിച്ചായിരുന്നില്ലേ ജോലി ചെയ്യുന്നത്? സാധാരണഗതിയിൽ അങ്ങനെ ആയിരിക്കില്ലെന്ന് എന്റെ ഭാര്യ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ അവര് ചെമ്പകമംഗലത്ത് തങ്ങുമായിരുന്നു. ഓ ഹ, അത് ശരി. അപ്പൊ അതൊക്കെ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. എന്റെ ഭാര്യയ്ക്ക് സുഖമില്ലായിരുന്നപ്പോ മായമ്മ പല ദിവസങ്ങളിലും ചെമ്പകമംഗലത്ത് രാത്രിയിൽ തങ്ങിയിരുന്നു. ഭാര്യയ്ക്ക് സുഖമില്ല എന്നത് ഒരു അവസരമാക്കി മുതലെടുത്തു എന്ന് പറയുന്നതാവും ശരി. മിസ്റ്റർ, നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു, ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചുമതല എനിക്കാണെന്ന്. നിങ്ങൾ എന്റെ സബോർഡിനേറ്റ് ആണ്, അത് മറക്കണ്ട. നിങ്ങൾ രാത്രി വളരെ വൈകി ഈ വേലക്കാരിയെ കാണാറുണ്ടായിരുന്നു. എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. നിങ്ങൾ രാത്രികളിൽ മായമ്മയെ കാണാറുണ്ടായിരുന്നോ എന്ന്? ഒരു പ്രാവശ്യം കണ്ടിരുന്നു. എന്തിന്? ഒരു രാത്രി അപ്പൊ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. ആ സ്ത്രീയോട് ഒരു വല്ലാത്ത സഹതാപം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്, അല്ലേ? ബെഡ്ഷീറ്റ് കൊടുത്ത് സഹതപിക്കുന്നു, പണം കൊടുത്ത് സഹതപിക്കുന്നു. കൊള്ളാം. പരിഹാസം വളരെ ക്രൂരമാവുന്നു. സ്വാതന്ത്ര്യ സമരം ചെയ്തതിനല്ല നിങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്, കൊലക്കുറ്റം ചെയ്തതിനാ. കൊല ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അവളുടെ മകളെ തട്ടിക്കൊണ്ടുപോയിരുന്നോ? ഞാൻ കൊലയും ചെയ്തിട്ടില്ല, അവരുടെ മകളെ തട്ടിക്കൊണ്ടു പോയിട്ടുമില്ല. സൈലൻസ്! നിങ്ങളും അവരും തമ്മിലുള്ള ഇമ്മോറൽ റിലേഷൻഷിപ്പ് അവര് വീട്ടിൽ പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. അവര് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തു. നിങ്ങൾക്ക് കൊടുക്കാനാവുന്നതിനും അപ്പുറത്തുള്ള പണം അവര് നിങ്ങളോട് ആവശ്യപ്പെട്ടു. അവരുടെ ഡിമാൻഡുകൾ നിങ്ങൾക്ക് താങ്ങാനാവുന്നതിനും അപ്പുറത്തായപ്പോൾ നിങ്ങൾ അവരെ കൊന്നു. ഇതല്ലേ സത്യം? മായമ്മയുടെ കൊലക്കുറ്റം തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾക്കൊരു പ്രതിയെ വേണം. അതിന് നിങ്ങളുടെ ഭാവനയിൽ ഉണ്ടാക്കിയ കെട്ടുകഥകളാ ഇതൊക്കെ. എനിക്കൊരു സ്ത്രീയുമായിട്ട് ഒരു അവിഹിത ബന്ധവും ഇല്ല. ഞാനൊരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.